നീണ്ട നാളത്തെ കാത്തിരിപ്പിന് അങ്ങനെ വിരാമമായിക്കാണ് നമ്മളെല്ലാവരും കാത്തു നിന്നേർന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ അങ്ങനെ ലോഞ്ച് ആവാനായിട്ട് പോവാണ്. ഈ ട്രെയിലറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയം ഈ ട്രെയിലറിന്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ വേറെ ലെവലാണെന്നൊരു കാര്യം വേണം പറയാനായിട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 3000 കോടി ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരത്തിന്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത് അതൊരു ഗംഭീര വിജയം തന്നെ ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു വലിയൊരു അടിയാണ് കിട്ടിയേക്കുന്നത്, ഒരു ഗംഭീര അടിയാണ് കിട്ടിയേക്കുന്നത്. കാരണം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാളത്തിന്റെ ക്രെഡിറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത്. എന്താന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എല്ലാ പ്രേക്ഷകർക്കും മുതിരി വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ടൊണാൾഡ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ റിലീസ് ആവാനായിട്ട് പോവാണ്. മാർച്ച് മാസം 27-ാം തീയതി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ റിലീസാണ്. അതായത് ഈ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിംഗ് മന്താണല്ലേ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സെൻസറിംഗ് ഇപ്പൊ കഴിഞ്ഞേക്കാണ്. URA സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സെൻസറിംഗ് അങ്ങനെ കംപ്ലീറ്റ് ആയിക്കാണ്. വിച്ച് മീൻസ് 16 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള വയലൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണെന്നുള്ള കാര്യം ഉറപ്പായിക്കാണ്. സിനിമയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 59 മിനിറ്റ് ആണ്. ലാലേട്ടന്റെ മരക്കാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം 3 മണിക്കൂർ കൊണ്ട് ഡ്യൂറേഷൻ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരുന്ന ദിവസങ്ങൾ വരാനായിട്ട് പോകുന്നത്. അതായത് എമ്പുരാൻ സിനിമയുടെ ഒരു ഇടിവെട്ട് ട്രെയിലർ വരാനായിട്ട് പോവാണ്. ഈ ഇടിവെട്ട് ട്രെയിലർ എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ പടം തന്നെയാണെന്നൊരു കാര്യം പറയാൻ പറ്റും. കാരണം ചെറിയ മിനിറ്റ് ഒന്നും അല്ല, 4 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന ഒരു ട്രെയിലറാണ് എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് വരാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതിയോട് കൂടിയിട്ടായിരിക്കും സിനിമയുടെ ട്രെയിലർ റിലീസ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അക്കോർഡിംഗ് ടു ദ സോഴ്സസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം ഒരു ഒറ്റ അപ്ഡേറ്റ് മാത്രമാണ് ഈ വരും ദിവസങ്ങൾ വരാനായിട്ട് പോകുന്നത്. അതാണ് ഈ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ്. സിനിമയുടെ ട്രെയിലർ ഒരു ഗംഭീര ട്രെയിലറിനെ ആയിരിക്കുന്ന ഒരു കാര്യം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ടീസർ എന്തായാലും സാറ്റിസ്ഫാക്ടറി തന്നെയായിരുന്നു, നല്ല രീതിയിലുള്ള ഒരു ടീസർ തന്നെയായിരുന്നു കാണാൻ സാധിച്ചായിരുന്നത്. അത്യാവശ്യം എല്ലാ വിഷ്വൽസുകളും നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറെ ഫാക്ടേഴ്സുള്ള ഒരു നല്ലൊരു ടീസർ തന്നെയായിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീസർ തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ടീസറേക്കാൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രെയിലർ വരും എന്നുള്ളൊരു കാര്യം തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇപ്പൊ ഇവർ റിവീൽ ആക്കി കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഒരുപാട് പോസ്റ്റേഴ്സിലൂടെ ഒരുപാട് പേര് റിവീൽ ചെയ്തിരിക്കുന്ന സമയത്ത് അവരെല്ലാം ഉള്ള ഒരു ട്രെയിലർ ആയിരിക്കും ഒരുപക്ഷെ വരാനായിട്ടുള്ള സാധ്യത. എനിവേസ് ആരാണ് ആ ഒരു ഡ്രാഗൺ, എന്നാൽ ആരായിരിക്കും ഒരു ഡ്രാഗൺ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് പേരുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതുമായിട്ട് സാമ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഫാൻസുകാരനെ പറയുന്ന പല തിയറികൾ കേൾക്കുന്ന സമയത്ത് ഇത് ടോൺലി ആണോ അതോ അവിടെ ബ്രേക്ക് ബാഡിലെ ഗുസ്താവോ ആണോ, ഇങ്ങനെ ഒരുപാട് അപ്ഡേഷൻസുകൾ കുറെ അധികം അസംഷൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ആ ഒരു ഡ്രാഗൺ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഒരുപക്ഷെ അതിന്റെ കൂടി ഒരു റിവീലേഷൻ ഉണ്ടാവുമോ ഈ ഒരു ട്രെയിലറിനകത്ത് എന്നുള്ളൊരു കാര്യം അറിയില്ല. എനിവേസ് ട്രെയിലർ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 15-ാം തീയതി തന്നെയാണ്. 4 മിനിറ്റോളം വരുന്ന ഒരു വലിയൊരു ട്രെയിലർ തന്നെയാണ് സിനിമയുടെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 3000 കോടി കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്ന് സ്വയം പ്രഖ്യാപിച്ചേക്കുന്ന ഒരു വലിയ സിനിമയാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. നമുക്കറിയാം രാജമൗലി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളും ഒന്നിനൊന്നും മികച്ച പടങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ബാഹുബലി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്ന സമയത്ത് തന്നെ അവിടെ തീർന്നു അല്ലേ. എത്ര വലിയ പടങ്ങൾ അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിലും ഒരു ബ്രഹ്മാണ്ഡമാണ് പടം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ബാഹുബലിയാണ്. സോ ആ രാജമൗലിയുടെ അടുത്ത പടമായിട്ട് വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് SSMB 29 എന്ന് പറയുന്ന സിനിമയാണ്. മഹേഷ് ബാബു എന്ന് പറയുന്ന നടന്റെ 29ാമത്തെ സിനിമയായിട്ട് വരുന്ന ഒരു വലിയ ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ്. നമ്മുടെ നാട്ടിൽ മഹേഷ് ബാബുവിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫാൻസ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങ് അവരുടെ നാട്ടില് ആന്ധ്ര കർണാടക ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഒരു വലിയൊരു നടൻ തന്നെയാണ്. അതായത് തമിഴിലെ വിജയ് പോലെ അന്തമാതിരി റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് ശരിക്കും മഹേഷ് ബാബു എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു വലിയ പടം അതാണ് SSMB 29 എന്ന് പറയുന്ന സിനിമ. 1000 കോടി രൂപയോളം ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ്. അതായത് 3 ബാഹുബലിക്ക് തുല്യമായിട്ടുള്ള ഒരു പടം തന്നെയാണ് ഇദ്ദേഹം എടുത്തു വെക്കാനായിട്ട് പോകുന്നത്. കാടുമായിട്ട് ബന്ധപ്പെട്ട്, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ആമസോൺ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ആണെന്നുള്ളൊരു കാര്യം മുന്നേ തന്നെ ഒരുപാട് അസംഷൻസുകൾ മുന്നേ തന്നെ വന്നായിരുന്നു. ഈ സിനിമയ്ക്ക് അത് പ്രധാനപ്പെട്ട ഒരു വില്ലൻ റോൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു ആന്റഗണിസ്റ്റ് റോൾ ചെയ്യാനായിട്ട് പോകുന്നത് പൃഥ്വിരാജ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം മുന്നേ തന്നെ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സത്യമായിട്ടാണ് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് അത് ജോയിൻ ചെയ്തെന്നുള്ള വാർത്തകൾ തന്നെയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1000 കോടിയാണ്. ഇവർ ഉദ്ദേശിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത്, ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 3000 കോടിയാണ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ ഈ സിനിമയുടെ റീച്ച് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ സിനിമ അവർ പുറത്തുവിടാനായിട്ട് പോകുന്നത്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ, മലയാളത്തിന്റെ സ്വന്തം ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മളുടെ പടമാണ്, മലയാളത്തിന്റെ പടമാണ്. ഈ സിനിമയുടെ 3ാം ഭാഗം വരാനായിട്ട് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നേ തന്നെ ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ സിനിമയ്ക്ക് വലിയൊരു വെല്ലുവിളി നേരിടേണ്ട ഒരു അവസ്ഥ വന്നേക്കാണ്. നമുക്കറിയാം ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒരുപാട്
ലാംഗ്വേജുകളിലോട്ട് ഡബ് ചെയ്ത് പോയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. നമ്മുടെ ഇവിടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്തിരിക്കുന്ന സമയത്ത് OTT ആയിട്ടാണ് റിലീസ് ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ ഈ സിനിമയുടെ റിലീസിംഗ് എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെയായിരുന്നു. അതും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറിയ സിനിമയായിട്ട് മാറുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ പതിവില് വിപരീതമായിട്ട് ഈ സിനിമയുടെ ആദ്യത്തെ റിലീസിംഗ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയിലാന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് തുടങ്ങാനായിട്ട് പോകുന്നത് ഈ വർഷം 2025 ഓഗസ്റ്റ് മാസത്തോട് കൂടിയാന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഹിന്ദിയിൽ നിന്ന് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഇപ്പൊ നടക്കില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പതിവിന് വിപരീതമായിട്ട് നമുക്കറിയാം ദൃശ്യം 1, ദൃശ്യം 2 എന്ന് പറയുന്നത് ആദ്യം റിലീസ് ചെയ്തത്. ഈ സിനിമ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മലയാള സിനിമയാണ്. നമ്മുടെ ഇവിടെ റിലീസ് ചെയ്തതിനു ശേഷമായിരുന്നു ബേസിക്കലി ഹിന്ദിയിൽ റിലീസിംഗ് ആയിരുന്നത്. പക്ഷേ ഇപ്പോ അതിന് വിപരീതമായിട്ട് ആദ്യമായിട്ട് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് വ്യത്യാസമായിട്ട് ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു എൻഡിങ് ഇട്ടുകൊണ്ടാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ അങ്ങ് ഹിന്ദിയിൽ ആദ്യമേ തന്നെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഇട്ടേക്കുന്നത്. കൂലി എന്ന് പറയുന്ന ലോകേഷ് കനകരാജ് പടം കുറെ നാളുകളായിട്ട് ലോകേഷ് പടം വരാത്തതിന്റെ ഒരു വിഷമത്തിലാണ് നമ്മളെല്ലാവരും. ആഫ്റ്റർ ലിയോ ഒരു വലിയൊരു സിനിമയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ലിയോയ്ക്ക് ശേഷം ഈ ലോകേഷ് പടങ്ങൾക്കുള്ള ഒരു ഹൈപ്പ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഒരു സംശയത്തിലാണ്. കാരണം കൂലിക്ക് മുൻപ് കിട്ടിയ ആ ഒരു ഹൈപ്പ് കിട്ടാത്ത പോലെയുള്ള ഫീലിംഗ് എനിക്ക് തോന്നിയത്. എനിവേസ് കൂലി സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു വലിയ സിനിമയായിട്ട് വരാൻ പോകുന്ന സിനിമ ഈ സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ സിനിമയുടെ ഒരു വലിയൊരു ഡാൻസ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നായിരുന്നു. ഒരു വലിയ രീതിക്ക് ഒരു വലിയ ക്യാൻവാസിൽ വന്നിരിക്കുന്ന ഒരു ഡാൻസ് ഷൂട്ടിനാണ് ഇപ്പോൾ നിലവിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നാഗാർജുനയും ആയിട്ടുള്ള ഒരു വലിയൊരു ഡാൻസ് സീക്വൻസ് ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഓൾറെഡി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പോർഷൻസിലെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും റാപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി സിനിമയുടെ റിലീസിംഗ് അധികം വൈകാതെ തന്നെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അതിനുശേഷം സിനിമയുടെ റിലീസിംഗ് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു പടം എന്ന് പറയുന്ന സമയത്ത് കൂലി മാത്രമല്ല ജയിലർ എന്ന് പറയുന്ന ഒരു വലിയ സിനിമ കൂടി വരാനായിട്ട് പോവാണ്. നമുക്കറിയാം ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജയിലർ 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ സിനിമയ്ക്കുള്ള ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വേറെ ലെവലിന്റെ ആയിരിക്കും. കാരണം ആദ്യത്തെ ഭാഗം കണ്ടിട്ട് കിളിമാറിയിരിക്കുന്നവർക്ക് രണ്ടാമത്തെ ഭാഗം വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, ഒരു എക്സൈറ്റ്മെന്റ് തന്നെ ആയിരിക്കും. ജയിലറിനകത്ത് ഒരു വലിയ രീതിക്കുള്ള സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്തുള്ള വാർത്തകൾ മുന്നേ തന്നെ വന്നായിരുന്നു. ശിവരാജ് കുമാർ ഈ സിനിമയ്ക്കകത്തുള്ള വാർത്തകൾ കേട്ടായിരുന്നു. ഇതിനുശേഷം നമ്മുടെ ബല്ലയ്യ എന്ന് പറയുന്ന അദ്ദേഹം ഈ സിനിമയ്ക്കകത്തുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കൂലി സിനിമയിൽ മലയാളത്തിൽ നിന്ന് സൗബിൻ ഷാഗറാണ് പോയിക്കണമെന്നുണ്ടെങ്കിൽ ജയിലർ സിനിമയ്ക്കകത്ത് മലയാളത്തിൽ നിന്ന് ഒരു വലിയൊരു നടൻ തന്നെ ഈ സിനിമയ്ക്കകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ചെമ്പൻ വിനോദാണ് ഈ സിനിമയ്ക്കകത്ത് ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യാനായിട്ട് പോകുന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെ SJ സൂര്യ കൂടി ഈ സിനിമയ്ക്കകത്ത് ഒരു പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇവർ രണ്ടുപേരും ആന്റഗണിസ്റ്റ് ആയിട്ടായിരിക്കും ഈ സിനിമയ്ക്കകത്ത് വരാനുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കൂലി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇതുവരെ കേട്ടേക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള സൗബിൻ ഷാഗർ ഈ സിനിമയ്ക്കകത്ത് ഒരു ആന്റഗണിസ്റ്റ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെയായിരുന്നു മുന്നേ തന്നെ കേട്ടായിരുന്നത്. സോ മറ്റൊരു ആന്റഗണിസ്റ്റ് കൂടി, അതായത് ഒരു രജനി പടത്തിനകത്ത് മറ്റൊരു മലയാളി ആന്റഗണിസ്റ്റ് കൂടി, അതാണ് ജയിലർ സിനിമയ്ക്കകത്ത് ചെമ്പൻ വിനോദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ. ഒപ്പം തന്നെ SJ സൂര്യയുടെ ഒരു പൂണ്ട് വിളയാട്ടം കൂടി സിനിമയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ മേലെ വന്നേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു തിയേറ്ററിൽ ഇമ്പാക്ട് കിട്ടിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ജയിലർ എന്ന് പറയുന്നത്. സോ എന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പേഴ്സണലി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്നൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ എമ്പുരാൻ സിനിമയുടെ ട്രെയിലറിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണോ? കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള സമയം കൃത്യമായിട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. എമ്പുരാന്റെ മന്താണ്, ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സിനിമ വരാനായിട്ട് പോകുന്ന സമയത്ത് ആ സിനിമയുടെ ട്രെയിലറിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ നിങ്ങൾ ഹാജരാവുക. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു മോഹൻലാൽ പടമായിട്ട് വരുന്ന സമയത്ത് കുറെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു പടത്തിന് വേണ്ടി ഇത്രമാത്രം ഒരു ഹൈപ്പ് നിൽക്കുന്നത്, അല്ലെ? ഒരു മോഹൻലാൽ പടത്തിന് വേണ്ടി. സോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോ റിവ്യൂവിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ പോകുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് ഡാൻസ് ബെസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.